രമണ മഹർഷിയെ കുറിച്ച് മുരുകനാഥ സ്വാമികൾ പറയും, നമ്മളുടെ അജ്ഞാനമൊക്കെ അവിടെ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞ് പലപ്പോഴും തോന്നും, പക്ഷെ സാധിക്കില്ല. എന്താന്ന് വെച്ചാൽ സൂര്യന് രാത്രി അറിയില്ല, സൂര്യന് ഇരുട്ട് അറിയുകയേ ഇല്ല. സൂര്യന്റെ അടുത്ത് പോയി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ട് വരണു എന്ന് പറഞ്ഞാൽ സൂര്യന് മനസ്സിലാവുകയില്ല. ഇരുട്ടെന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കണം. ശരി, അങ്ങ് ഒരു 7:30 മണി വരെ ഇരിക്കും, ഇരുട്ട് കാണാം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇരുട്ട് കാണുമോ? 7:30 മണി വരെ ഇരുന്നാൽ സൂര്യന്റെ സാന്നിധ്യത്തിൽ ഇരുട്ടാവുന്നു, ഇരുട്ട് പോകുന്നു, വെളിച്ചം വരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി നമ്മളുടെ ദൗർബല്യമൊക്കെ പറയണമെന്ന് വിചാരിച്ച് അവിടെ പോയാൽ നമ്മൾ പൂർണ്ണനാവുന്നു. തൽക്കാലത്തേക്കാണ് അനുഭവമെങ്കിലും ആ സാന്നിധ്യത്തിൽ നമ്മൾ പൂർണ്ണരാവണം. നമ്മൾ പൂർണ്ണരാണെന്ന് തോന്നുന്നു, ആനന്ദസ്വരൂപികളാണെന്ന് തോന്നുന്നു, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ വീണ്ടും വരും അജ്ഞാനം. അങ്ങനെ കുറെ എക്സ്പോസ് ചെയ്ത് കഴിയുമ്പോ നമ്മളുടെ അജ്ഞാനം, ഇങ്ങോട്ട് വരുമ്പോ ഒരു അജ്ഞാനം വരണ്ടല്ലോ, ആ അജ്ഞാനം സത്യമല്ലെന്നും ആ സാന്നിധ്യത്തിൽ ഏതൊരു ശാന്തി അനുഭവപ്പെടുന്നുവോ അതാണ് നമ്മളുടെ സ്വരൂപമെന്നുള്ള ഒരു വിവേചനം നമുക്കുണ്ടാവും. അജ്ഞാനം പിന്നീട് വരുന്നുണ്ടെങ്കിലും ഈ അജ്ഞാനം സൂര്യനെ മേഘം മറയ്ക്കുന്ന പോലെയാണ്, അത് വാസ്തവമല്ല. അതിനു പുറകിൽ അജ്ഞാനമുണ്ട് എന്ന് പോലും അറിയണത് ജ്ഞാനമുള്ളത് കൊണ്ടാണ്. ഈ മൈക്ക് ഞാൻ അജ്ഞാനിയാണെന്ന് ഒരു കാലത്തും പറയില്ലല്ലോ. കാരണം എന്താ? അതിന് താനുണ്ട് എന്നുള്ള അനുഭവമില്ല. താനുണ്ട് എന്നുള്ള അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ അറിഞ്ഞു എന്നും പറയണത്, ഞാൻ അറിഞ്ഞില്ല എന്നും പറയണത്. രണ്ടിനും പുറകിൽ അറിവിനും അറിവില്ലായ്മയ്ക്കും അപ്പുറമുള്ള അറിവേ സ്വരൂപമായ ബോധത്തിന് പേരാണ് അറിവ്. ആ ബോധത്തിനെ ആ ബോധം കൊണ്ട് തന്നെ അറിയണം, മനസ്സുകൊണ്ടല്ല. ആത്മനാ ആത്മാനം ആത്മനി, തന്നിൽ തന്നെ അറിയുക. അത് ചിത്ശക്തി കൊണ്ട് നടക്കേണ്ട കാര്യമാണ്, ഗുരുകൃപ കൊണ്ട് നടക്കേണ്ട കാര്യമാണ്. ആ ഉപദേശക്ഷണത്തിൽ സാന്നിധ്യത്തിൽ ക്രമേണ നമ്മളുടെ സ്വരൂപത്തിൽ ഇരിക്കും. നമ്മളുടെ അഹങ്കാര വ്യാധി ചികിത്സിച്ച് ഭേദമാക്കപ്പെടും. സ്വരൂപാനുഭവം ഉണ്ടാവും. സ്വരൂപാനുഭവം ഉണ്ടാവുമ്പോ പിന്നെ ഗുരു അല്ലാതായിട്ട് തീരും, ഗുരു ഒരു വ്യക്തിയല്ലാതായിട്ട് തീരും. ഏകനാഥ സ്വാമികൾ മഹാരാഷ്ട്ര സന്തുക്കളിൽ ജ്ഞാനേശ്വരനും ഏകനാഥനും 2 സ്റ്റെപ്പ് പോലെയാണ്. ഏകനാഥ സ്വാമി ഏറ്റവും വലിയ ഗുരുഭക്തനായിരുന്നു. 12 വർഷം ഗുരു സേവ ചെയ്ത ആള്. അദ്ദേഹത്തിന്റെ ഗുരു ജനാർദ്ദന സ്വാമി ഏകനാഥന് പ്രത്യേകിച്ചൊന്നും ഉപദേശിക്കുക പോലും ചെയ്തില്ല അത്രേ. ഏകനാഥൻ അടുക്കളപ്പണിയും ജനാർദ്ദന സ്വാമിയുടെ വീട്ടിലത്തെ ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിച്ചുകൂട്ടി 12 വർഷം. അവസാനം പലതരത്തിൽ ആ കഥ വ്യത്യാസമായിട്ട് പറയണ്ട്. എങ്ങനെയോ ഗുരു ഒരു ദിവസം ഏകനാഥന് താൻ കടപ്പെട്ടു പോയി എന്ന് തോന്നി ഗുരുവിന്, ജനാർദ്ദന സ്വാമിക്ക്. എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരിക്കൽ പോലും ഗുരുവിന്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. അങ്ങ് എനിക്കൊന്നും പഠിപ്പിക്കണില്ലല്ലോ, ഒന്നും പറഞ്ഞു തരണില്ലല്ലോ, യാതൊന്നും ചോദിച്ചില്ല. സന്തോഷമായി 12 വർഷക്കാലം സേവ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം എന്തോ കണക്ക് നോക്കുകയായിരുന്നു അത്രേ രാത്രി. ആ വീട്ടിലത്തെ കണക്ക്, അതിലെന്തോ കുറച്ചൊരു കാശ് കുറവ്, വളരെ തുച്ഛമായ ഒരു കാശ് കുറവ്. രാത്രി വിളക്ക് കൊളുത്തി വെച്ച് രാത്രി മുഴുവൻ ഈ കണക്ക് നോക്കുകയാണ്. അപ്പോ ജനാർദ്ദന സ്വാമി രാത്രി എഴുന്നേറ്റ് പറഞ്ഞു അത്ര, ഏകനാഥം എന്താ ചെയ്യണം, കുറച്ച് കാശ് കുറവ് കാണും, അത് രാവിലെ നോക്കാൻ പോയി കിടക്കൂ. ഇല്ല, അത് ഗുരുസേവ, ഗുരു കൈങ്കര്യം. അത് മുഴുവൻ രാത്രി പലവട്ടം എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ കണക്ക് നോക്കിക്കൊണ്ടിരിക്കാം. നേരം വെളിച്ചായപ്പോ ജനാർദ്ദന സ്വാമി ഒരു ശബ്ദം കേട്ടിട്ടാണ് നേരത്തെ എഴുന്നേറ്റ്. എന്താന്ന് വെച്ചാൽ എന്തോ ഒരു ശാസ്ത്രജ്ഞൻ പുതിയതായി കണ്ടുപിടിച്ച പോലെ ഈ അരക്കാശ് പോയ കണക്ക് കണ്ടുപിടിച്ച സന്തോഷത്തിൽ ഏകനാഥൻ തുള്ളിച്ചാടുകയാണ്. അപ്പൊ ജനാർദ്ദന സ്വാമിക്ക് തോന്നി, ഇങ്ങനെ ഒരു ഗുരുഭക്തി, ഗുരുസേവ, അതുപോലും പൂജ്യ ആരാധന അദ്ദേഹത്തിനോട് കടപ്പെട്ടു പോയിരിക്കുന്നു. ഏകനാഥന് വേണ്ടി, അദ്ദേഹം വലിയ യോഗിയായിരുന്നു അത്രേ ജനാർദ്ദന സ്വാമി. അദ്ദേഹത്തിന്റെ ഇഷ്ടദൈവം ദത്താത്രേയനാണ്. അതിൽ കഥ പല വിധത്തിൽ ഈ കഥ മാറ്റി പറയുന്നുണ്ട്. എനിക്ക് ഹൃദ്യമായി തോന്നിയ ഒരു ഭാഗമാണ് ഞാൻ പറയണത്. ഏകനാഥ സ്വാമിക്ക് ദത്താത്രേയന്റെ ദർശനം ഉണ്ടാകണം എന്ന് ജനാർദ്ദന സ്വാമി തീരുമാനിച്ചു. സാധാരണ മഹാരാഷ്ട്ര സമ്പ്രദായത്തിൽ കേട്ടിട്ടുള്ള കഥ, ജനാർദ്ദന സ്വാമിയും ഈ ദത്താത്രേയനും കൂടെ സംവാദത്തിൽ ഇരിക്കുകയായിരുന്നു എന്നാണ്. വേറൊരു രീതിയിൽ ഈ കഥ പറയണത്, ഏകനാഥൻ ഗോദാവരി സ്നാനത്തിന് പോയി വരുമ്പോ ദത്താത്രേയന്റെ ദർശനം
ആ സമയത്ത് ഗുരുവിന് അനുഭവപ്പെട്ടു ശക്തിപാതം ഉണ്ടായതായിട്ട്. അതായത് ഗുരുവിൽ നിന്നും ഒരു ശക്തിപാതം ഉണ്ടായതായിട്ടും ഏകനാഥനെ അത് ബാധിച്ചതായിട്ടും ജനാർദ്ദന സ്വാമിക്ക് അനുഭവപ്പെട്ടു അത്രയും. അപ്പോ ഏകനാഥന് ഈ ഒരു ദർശനം ഉണ്ടായിട്ടുണ്ടാവണം നിശ്ചയമായിട്ടും. നമുക്കറിയാം, ഒരു രൂപദർശനം ഉണ്ടായാൽ എന്തൊക്കെ ഭാവസമാധിയും ലഹരിയും ഒക്കെ ഉണ്ടാവും. എന്ത് പ്രവൃത്തിയുണ്ടോ ആ പ്രവൃത്തിയൊക്കെ വിട്ടുപോകും. പക്ഷെ ഏകനാഥനോ കറക്റ്റ് സമയത്തിന് ഗോദാവരി സ്നാനം കഴിഞ്ഞ് ഗുരുവിന് പൂജയ്ക്കുള്ള വെള്ളവും കൊണ്ടുവന്നു അത്രേ. വെള്ളം കൊണ്ടുവന്ന് അടുപ്പത്ത് ജോലിയും പാത്രം എന്തെങ്കിലും പാല് ചൂടാക്കലും ഒക്കെ തുടങ്ങി. ജനാർദ്ദന സ്വാമിക്ക് ആശ്ചര്യം, ഇവൻ ആ ദർശനം ഉണ്ടായില്ലേ? ദർശനം ഉണ്ടായി എന്ന് ജനാർദ്ദന സ്വാമിക്ക് ഉറപ്പാണ്. പക്ഷെ ഏകനാഥനിൽ അതിന്റെ എഫക്ട് ഒന്നും കാണാനില്ല, യാതൊന്നും കാണാനില്ല. അപ്പൊ ജനാർദ്ദന സ്വാമി ഏകനാഥനെ വിളിച്ചു ചോദിച്ചു അത്രയും, ദത്താത്രേയൻ എന്തെങ്കിലും ദർശനം ഉണ്ടായോ? ആ ഉണ്ടായി. സന്ധ്യാവന്തരം കഴിക്കുമ്പോ അങ്ങയുടെ ഉപാസനാമൂർത്തി ദത്താത്രേയന്റെ ദർശനം എനിക്കുണ്ടായി. എന്നിട്ടെന്താ? ഞാൻ വന്നു ഇങ്ങോട്ട്. എന്തോ വഴിയിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു എന്ന് പറയണ പോലെ ദത്താത്രേയനെ കണ്ടു എന്ന് പറയാണ്. അപ്പൊ ജനാർദ്ദന സ്വാമി ചോദിച്ചു, എത്ര പേര് ഈ ദർശനത്തിന് വേണ്ടി ആശിക്കണം, നിനക്ക് പ്രത്യക്ഷമായി ഭഗവാനെ കണ്ടിട്ട്, ഈ രൂപത്തിൽ കണ്ടിട്ട്? അപ്പൊ ഏകനാഥൻ പറഞ്ഞത്, ഞാൻ അതും കണ്ടുകൊണ്ടിരുന്നാൽ ഇവിടെ ആര് പാല് ചൂടാക്കും? അങ്ങേക്ക് ആര് കൈങ്കര്യം ചെയ്യും? ഞാൻ എപ്പോഴെങ്കിലും അങ്ങയുടെ അടുത്ത് എനിക്ക് ദത്താത്രേയന്റെ ദർശനം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ദർശനം കിട്ടണമെന്ന് അങ്ങയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു രൂപത്തിൽ ഭഗവാനെ കാണണമെങ്കിൽ അങ്ങേ ഞാനിതാ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ എപ്പോഴും. ഇനിയൊരു പ്രത്യേകിച്ച് ഒരു രൂപത്തിൽ കാണണോ? അത്ര കണ്ടൊരു ഗുരുഭക്തി. ജനാർദ്ദന സ്വാമി ഏകനാഥന് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഏകനാഥ സ്വാമിയെ രാമേശ്വരം തീർത്ഥയാത്രയ്ക്ക് അയച്ചു. അതൊരു കഥ. രാമേശ്വരത്തിലേക്ക് കാശിയിൽ നിന്നും ഗംഗാജലം എടുത്തുകൊണ്ട് തീർത്ഥയാത്ര പോകുമ്പോ കുറെ ഭക്തന്മാർ കൂടെ ഉണ്ട്. ഗംഗാജലം ഏകദേശം രാമേശ്വരം വരെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പോകുമ്പോ നല്ല ചൂട്, മണലിൽ ഒരു കഴുത വെള്ളം കിട്ടാതെ വായും പൊളിച്ച് കിടക്കുന്നുണ്ട്. ഈ ഗംഗാജലം മുഴുവൻ ആ കഴുതയുടെ വായിൽ ഒഴിച്ചു ഏകനാഥ്. അടുത്തുള്ള ഭക്തന്മാരൊക്കെ ചോദിച്ചു, ഇവിടെ കാശിയിൽ നിന്ന് ഇത്ര ദൂരം ചുമന്നു കൊണ്ടുവന്ന ഗംഗാജലം രാമേശ്വരന് തന്നെയാണ് ഞാൻ അഭിഷേകം ചെയ്തത്. ആ കഴുത വേറെയാണ്. ശുനിചൈവ സ്വഭാഗേച പണ്ഡിതാഹ സമദർശിന ബ്രാഹ്മണേ പുൽക്കസേസ്തേനെ ബ്രഹ്മണി അർക്കേ സ്ഫുലിംഗകേ അക്രൂരേ കുറൂരകേ ചൈവ സമദൃക് പണ്ഡിതോ മതഃ പ്രണമേത് ദണ്ഡവത് ഭൂമൗ ആശ്വചാണ്ടാള ഗോഖരം. ഖരം എന്നുണ്ട്. ആ കഴുതയെ വീണ് നമസ്കരിച്ചു അവിടെ. ഇത് കഴിഞ്ഞ് ഏകനാഥ സ്വാമി രാമേശ്വര ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇതൊക്കെ നോക്കണം, ആ സമദർശിത്വം. പരമഗുരു ഭക്തൻ വീട്ടിൽ പറയാതെ ജനാർദ്ദന സ്വാമിയുടെ അടുത്തേക്ക് ഓടിപ്പോയ ആളാണ്. ഏകനാഥ സ്വാമിയുടെ വീട്ടിലുള്ളവരും മുത്തശ്ശനും മറ്റുമൊക്കെ ജനാർദ്ദന സ്വാമിയുടെ അടുത്ത് ചെന്ന് ഏകനാഥനെ വിവാഹം കഴിക്കാൻ പറയണം, ഗൃഹസ്ഥനായിരിക്കാൻ പറയണം എന്നൊക്കെ പ്രാർത്ഥിച്ചു. അപ്പൊ ഒരു ഓലയിൽ എഴുതി കൊടുത്തു അത്രേ ഏകനാഥന് കൊണ്ടു കൊടുക്കാനായിട്ട്. പൈഠണിൽ എത്തിയപ്പോ ഏകനാഥ സ്വാമിക്ക് ഈ ഓല കിട്ടി. ഗുരുവിന്റെ വിവാഹം കഴിച്ച് അവിടെ തന്നെ വിവാഹം കഴിച്ച് അതിന് സംബന്ധിച്ച് അവിടെ തന്നെ ഇരുന്നു. അതിൽ യാതൊരു പ്രത്യാഖ്യാനവും ഇല്ല, അങ്ങനെ വേണ്ട ഒരു ഇതുമില്ല. ഗുരു വിവാഹം കഴിക്കാൻ പറഞ്ഞു, വിവാഹം കഴിച്ചിരുന്നു. ഗൃഹസ്ഥനായി ഭാഗവതനായി ഭാഗവതം പറഞ്ഞുകൊണ്ടുമൊക്കെ ഇരുന്നു. ഒരു ദിവസം ഭാഗവത കഥാസമയത്ത് അദ്ദേഹത്തിന് മുദ്ര എല്ലാവർക്കും അറിയാലോ, അവിടെയൊക്കെ അഭംഗ പഠിച്ചിട്ടുള്ളവരാണല്ലോ. ഏകാജനാർദ്ദനി എന്നാണല്ലോ മുദ്ര. എല്ലാത്തിലും ജനാർദ്ദനി എന്നാണ്. കാണുന്നതൊക്കെ ഭഗവാന്റെ സ്വരൂപം എന്ന് പറയുമ്പോ പോലും ജനാർദ്ദന സ്വരൂപം എന്ന് രണ്ടർത്ഥത്തിലും. അങ്ങനെയുള്ള ഗുരുഭക്തൻ ജനാർദ്ദന സ്വാമി മരിച്ചു എന്ന് ഒരു ന്യൂസ്. ആ ന്യൂസ് വാർത്ത ഒരാള് ഓല കൊണ്ടുവന്ന് കൊടുത്തു. സ്വാമികൾ ആ ഓല വാങ്ങി അവിടെ വെച്ച് പതിവ് പോലെ ഭാഗവത കഥാപ്രവചനം നടക്കുകയാണ്. ഗുരുഭക്തിയിൽ ഇത്ര ഉരുകുന്ന ആ ഭക്തൻ ഗുരു മരിച്ചു എന്ന് കേട്ടിട്ട് യാതൊരു ചലനവുമില്ല. 2 ദിവസമായി 3 ദിവസമായി ഇദ്ദേഹത്തിൽ ഒരു പ്രതികരണവും കാണാനില്ല ജനാർദ്ദന സ്വാമി മരിച്ചതിന്റെ. അപ്പൊ ചില ഭക്തന്മാർ ഏകനാഥ് സ്വാമിയോട് ചോദിച്ചു അത്രേ, അങ്ങയെപ്പോലെ ഒരു ഗുരുഭക്തിയുള്ള ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങയുടെ ഈ ഒരു
പ്രവൃത്തി ഞങ്ങൾക്ക് മനസ്സിലാവണേയില്ല. ഇത്രയധികം ജനാർദ്ദനസ്വാമിയെ ചിന്തിച്ച് ഉരുകി അവിടുന്ന്. ജനാർദ്ദനസ്വാമി മരിച്ചു എന്ന് കേട്ടിട്ട് ഒരു ചലനവും ഇല്ലാതിരിക്കാൻ എങ്ങനെ കഴിഞ്ഞു? അപ്പൊ ഏകനാഥ് സ്വാമി പറഞ്ഞ ഒരു വാക്ക്, മരിച്ചു പോകുന്ന ഒരു ഗുരുവും അത് കേട്ട് കരയുന്ന ഒരു ശിഷ്യനും, ആ ഗുരു ഗുരുവുമല്ല, ഈ ശിഷ്യൻ ശിഷ്യനുമല്ല. ഗുരു മരിച്ചു പോകുന്ന ഒരാളല്ല, ഗുരു അഖണ്ഡാകാര തത്വമാണ്. ശിഷ്യനും ഒരു വ്യക്തിയല്ല. ശിഷ്യനാവുന്നത് തന്നെ ഒരാളുടെ അടുത്ത് ഉപദേശം വാങ്ങിച്ചത് കൊണ്ടാവില്ല. ശിഷ്യനും ഗുരുവും ഒരേ സമയത്താണ് ഉണ്ടാവുന്നത്. ഇയാൾ എന്റെ ഗുരുവാണ് എന്ന് സ്വീകരിച്ചാൽ മാത്രം ഒരാൾ ശിഷ്യനാവില്ല. അച്ഛനാണോ ആദ്യം ഉണ്ടായത്, മകനാണോ? നമുക്ക് തോന്നും അച്ഛനാണെന്ന് തോന്നും. ഒരു കുട്ടി ഉണ്ടാകുമ്പോഴാണ് അയാൾ അച്ഛനാവണത്, അല്ലേ? അതുപോലെ ഒരു ജീവന് ജ്ഞാനം ഉണ്ടാകുമ്പോ ആ ജ്ഞാനത്തിന് കാരണമായിട്ടുള്ള വ്യക്തി ഗുരുവാകുകയാണ്. അല്ലാതെ അത് സ്വീകരിക്കുന്നത് കൊണ്ടോ മറ്റോ വരുന്നതല്ല. ജ്ഞാനത്തിന് കാരണമായി ഈ ജീവന്റെ അഹന്തയെ ഇല്ലാതാക്കുന്ന ആ സെന്ററിന് പേരാണ് ഗുരു. അപ്പൊ പ്രണിപാതമൊക്കെ ആ ശരണാഗതി വരാൻ വേണ്ടിയിട്ടാണ്. പ്രണിപാതം ഏകനാഥസ്വാമിയുടെ കഥയിൽ അത്രയും കൊണ്ടായില്ല. 12 വർഷം ഗുരുസേവ ചെയ്തതിന് പ്രതിഫലമായിട്ട് ഏകനാഥ് സ്വാമിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭഗവാൻ തന്നെ 12 വർഷം വന്ന് ഏകനാഥ് സ്വാമി ശിഷ്യനായി ഇരുന്നു എന്നൊക്കെ കഥ ഉണ്ട്. അപ്പോ ആ പരിപ്രശ്നേന സേവയാ, പ്രണിപാതം, സേവ, പരിപ്രശ്നം, ഈ മൂന്നും ശിഷ്യന്റെ ഭാഗത്തു നിന്നാണ്. പ്രണിപാതം എന്ന് വെച്ചാൽ സറണ്ടർ എന്നർത്ഥം. ഗുരുവിനോട് തട്ടിക്കയറി സ്കൂളിൽ പോലെ ഞാൻ ശമ്പളം കൊടുക്കണ്ടേ, എനിക്ക് പഠിപ്പിക്കണം എന്നുള്ളത് അധ്യാത്മത്തിൽ ശരിയാവില്ല. അത്രയേ ഉള്ളൂ. അടക്കത്തിനാണ് ഈ പരിപ്രശ്നം, പ്രണിപാതമൊക്കെ പറയണത്. അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. രമണ മഹർഷിയോട് ഒരു ആള് ചോദിച്ചു, ഒരു ചെറുപ്പക്കാരൻ, രാമകൃഷ്ണദേവൻ വിവേകാനന്ദ സ്വാമികളെ തൊട്ടതും വിവേകാനന്ദന് നരേന്ദ്രനാഥ് ദത്താവായിരിക്കുമ്പോ ലോകമൊക്കെ മറിഞ്ഞു പോണതായിട്ടും താനേ ഇല്ലാതാവണതായിട്ടും ഒക്കെ അനുഭവം വന്നു. അപ്പൊ ഈ ചെറുപ്പക്കാരൻ മഹർഷിയോട് ചോദിച്ചു, രാമകൃഷ്ണ പരമഹംസർ നരേന്ദ്രനാഥിനെ തൊട്ടതും അദ്ദേഹത്തിന് അനുഭവമൊക്കെ വന്നു, അതുപോലെ താങ്കൾക്ക് എനിക്ക് തരാൻ പറ്റുമോ? കനകമ്മാൾ പറഞ്ഞ ഇൻസിഡന്റ് ആണത്. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. 10 മിനിറ്റ് നേരം ഒന്നും മിണ്ടിയില്ല. അവസാനം ഇയാള് ഉത്തരം ചോദ്യം ചോദിക്കുന്നത് ഈ കൺസെപ്റ്റ് ഉള്ളിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ ഭഗവാൻ തിരിച്ചു ചോദിച്ചു, ഈ ചോദിക്കുന്ന ആള് വിവേകാനന്ദൻ തന്നെയോ എന്ന് ചോദിച്ചു. ഈ അഭിമാനത്തോടുകൂടെ ചോദിച്ച ഒരു അനുഭവം ഉണ്ടാവില്ല, അഹങ്കാരത്തോട് ചോദിച്ച ഒരു അനുഭവം ഉണ്ടാവില്ല. വിനയമുണ്ടെങ്കിൽ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ അനുഭവം ഉണ്ടാവും. കുഞ്ചുസ്വാമി ഒരിക്കൽ പറഞ്ഞു, പാലക്കാട്ടുകാരനാണ് കുഞ്ചുസ്വാമി. സ്വാമികൾ രമണ ഭഗവാനെ കാണാൻ പോകുമ്പോ സ്വാമിക്ക് 18 വയസ്സോ 20 വയസ്സോ പ്രായം. പാലക്കാട് ഉള്ളപ്പോ തന്നെ അദ്ദേഹം വേദാന്ത ചൂടാമണി, വാസിഷ്ടം ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ഇപ്പോ നമ്മൾ ഇന്ന് ജാതിയില്ല, മതമില്ല, പഴയ കാലത്ത് താഴ്ന്ന ജാതിക്കാരെയൊക്കെ അമർച്ച ചെയ്തിരുന്നു എന്നൊക്കെ പ്രസംഗിക്കുന്നു. അന്നത്തെ കാലത്ത് ഒരു താഴ്ന്ന ജാതിയിൽ ജനിച്ച ആളാണ് അദ്ദേഹം. അവരുടെ ഇടയിൽ വളരെ അപൂർവമായ അദ്വൈത ഗ്രന്ഥങ്ങളൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്നു. വേദാന്ത ചൂടാമണി എന്ന തമിഴിലുള്ള ഗ്രന്ഥം, വാസിഷ്ടം തമിഴിലുള്ളത്, കൈവല്യനവനീതം ഇതൊക്കെ അദ്ദേഹം 18 വയസ്സിന് മുമ്പ് ചേറക്കോട് എന്ന് പറയുന്ന പാലക്കാട് സ്ഥലത്ത് വെച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. പിന്നെയാണ് രാമകൃഷ്ണസ്വാമി എന്ന അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ രമണ ഭഗവാനെ കണ്ടിട്ട്, ഒരു ബന്ധു ഭഗവാനെ കണ്ട് പറഞ്ഞ ശേഷം കാണാൻ പോവുകയാണ്. കാണാൻ പോകുമ്പോ സ്വാമികൾ പിന്നാലെ പറഞ്ഞതാണ് ഈ കഥ. ആദ്യത്തെ സന്ദർഭത്തിൽ മഹർഷി എന്റെ അടുത്ത് എന്തു ചോദിക്കുന്നു പറയുന്നു അത് തന്നെ ഞാൻ ഉപദേശമായിട്ടെടുക്കും എന്ന് തീരുമാനിച്ചു. സ്കന്ധാശ്രമത്തിൽ മഹർഷി ഉള്ളപ്പോഴാണ്. വളരെ മുമ്പ് കാണാൻ മഹർഷിയെ കണ്ട ആളുമാണ്. വളരെ ലേറ്റർ പീരീഡിൽ സമാധിയായ ആളുമാണ് കുഞ്ചുസ്വാമി. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 93 സ്വാമികൾ സമാധിയായത്. 1920s മഹർഷിയെ കണ്ടു കഴിഞ്ഞു. നാരായണ ഗുരു രമണ ഭഗവാനെ കാണാൻ വരുമ്പോഴൊക്കെ അദ്ദേഹം ഉണ്ട് അവിടെ.
അപ്പോ സ്വാമികൾ ആദ്യം ചെല്ലുമ്പോ തന്നെ മഹർഷി പറയണതിന് ഉപദേശമായിട്ട് എടുക്കാം എന്ന് തീരുമാനിച്ചിരുന്നു അത്രേ. അപ്പൊ സ്കന്ധാശ്രമത്തിൽ ചെല്ലുമ്പോ ആദ്യം ഭഗവാൻ കുഞ്ചുസ്വാമിയെ സ്വീകരിച്ചു. അതാണ് സ്വാമി പറയണത്. അണ്ണാമലൈ സ്വാമി എന്നൊരു ഭക്തനുണ്ടായിരുന്നു, മുമ്പ് ഉണ്ടായിരുന്ന ഒരു സ്വാമി. അദ്ദേഹം പ്ലേഗ് ബാധിച്ച് മരിച്ച സമയമായിരുന്നു. അപ്പോ രമണ മഹർഷിയുടെ അമ്മ അഴകമ്മാൾ അകത്തുനിന്ന് കരയുന്ന ശബ്ദം കേട്ടുകൊണ്ടിരുന്നു അത്ര കുഞ്ചുസ്വാമിക്ക്. തങ്കം പോലെ ഒരു പയ്യൻ പോയിട്ടാനെ, നല്ലൊരു പയ്യൻ മരിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ അമ്മ കരയാം. അപ്പോഴാണ് കുഞ്ചുസ്വാമി കയറി പോണത്. രമണ ഭഗവാൻ പറഞ്ഞു അത്രേ, ഒരു പയ്യൻ പോനാ എന്നാ ഇതാ ഇന്നൊരു പയ്യൻ വന്നുട്ടാ, മറ്റൊരു മകനിതാ വന്നിരിക്കണു എന്ന് പറഞ്ഞ് സ്വീകരിച്ചു അത്രേ. അപ്പോഴും ഡയറക്റ്റായിട്ട് കുഞ്ചുസ്വാമിയുടെ അടുത്ത് സംസാരിച്ചില്ല. കുഞ്ചുസ്വാമി മഹർഷിയെ നമസ്കരിച്ച് അവിടെ ഇരുന്നു. ഭഗവാൻ എന്തോ ഒരു ഡപ്പ തുറന്ന് അതിന്ന് ഒരു പൊടിയെടുത്ത് കുമ്മട്ടിയിൽ ഒരു പാത്രം വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് ഈ പൊടിയിട്ട് ചൂടാക്കി. കുഞ്ചുസ്വാമിയോ ഏതോ ലോകത്തിലായിരിക്കണം. അദ്ദേഹത്തിന്റെ വിചാരം തിരുവണ്ണാമലയിൽ ധാരാളം സിദ്ധന്മാരൊക്കെ ഉണ്ട്. ഈ സിദ്ധന്മാരൊക്കെ ചില മരുന്നൊക്കെ ഉണ്ടാക്കും. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കുറെ കാലം ശരീരമൊക്കെ ആരോഗ്യമായി ജീവിക്കും. അങ്ങനെ എന്തോ മരുന്നാണോ ഉണ്ടാക്കണത്, നമുക്കും തരും എന്നൊക്കെ വിചാരിച്ചു അത്രേ. അതൊക്കെ കുമ്മട്ടിയിലിട്ട് ഇളക്കി കഴിഞ്ഞ കഞ്ഞിയാണ്. അതെന്തോ പൊടിയിട്ട് കഞ്ഞി ഉണ്ടാക്കിയതാണ്. അത് ഇളക്കിയിട്ട് ഒരു വട്ടി, ആ വട്ടി ഉയർത്തിയപ്പോ അതിനകത്ത് 4 നായ്ക്കുട്ടികൾ പുറത്തു വന്നു. രമണ ഭഗവാൻ കുഞ്ചുസ്വാമിയോട് പറഞ്ഞു, 4യും പിടി എന്ന് പറഞ്ഞു. ഇതാണ് ആദ്യം പറഞ്ഞ വാക്ക്, 4യും പിടി. ഒന്നൊന്നാ വിട്, കഞ്ഞി കുടിക്കാനായിട്ട് ഓരോ നായിനെ ആയിട്ട് വിടൂ. അപ്പൊ 4 നായ്ക്കുട്ടികളെ ഒന്നിച്ച് പിടിച്ചിട്ട് ഒന്നൊന്നായി കഞ്ഞി കുടിക്കാൻ വിട്ടു. കുഞ്ചുസ്വാമി പറഞ്ഞു, ഈ ഒരു ഉപദേശം എനിക്ക് വളരെ ഫലിച്ചു. 4യും പിടി എന്ന് വെച്ചാൽ 4 മഹാവാക്യം. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ എന്ന 4 മഹാവാക്യങ്ങളെയും പിടിക്കുക. ദൗർബല്യങ്ങളെ, വികാരങ്ങളെ ഒന്നൊന്നായി ഉപേക്ഷിക്കുക, ഉപാധി സംബന്ധത്തിനെ ഒന്നൊന്നായി ഉപേക്ഷിക്കുക എന്ന് ഒന്ന് വൈരാഗ്യപ്രധാനമായ ഉപദേശമായും ഒന്ന് ജ്ഞാനപ്രധാനമായ ഉപദേശമായും ഞാൻ എടുത്തു. അതെനിക്ക് വളരെ ഫലിച്ചു എന്ന് സ്വാമികൾ പറഞ്ഞു. ഇതാണ് ഭാവമുണ്ടെങ്കിൽ ഗുരു അതൊന്നും ഉദ്ദേശിക്കാതെ പറഞ്ഞാൽ പോലും ശിഷ്യനിൽ അത് ഫലിച്ചു പോകും. അപ്പൊ ശരിയായ ഭാവം ഉണ്ടെങ്കിൽ, ശ്രോതാവ് നല്ല പഴുത്ത പഴമാണെങ്കിൽ എളുപ്പത്തിൽ ഫലിക്കും. ശ്രോതാവിന്റെ പക്വതയാണ് വളരെ പ്രധാനം. അപ്പൊ പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. ജ്ഞാനികൾ ശരിക്കും ഉപദേശിക്കും. ആ ഉപദേശം കിട്ടിയാൽ എന്താ പ്രയോജനം? യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവാ ഏന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോ മയീ. യജ്ഞാനം തൈഃ ഉപദിഷ്ടം അധിഗമ്യ പുനഃ മോഹം ഏവം ഇദാനീം മോഹം യഥാ ഗതഃ തഥാ ന ഗന്താസി ന യാസ്യസി. ഏന ജ്ഞാനേന ഭൂതാനി അശേഷേണ ബ്രഹ്മാദീനി സ്തംഭപര്യന്താനി ദ്രക്ഷ്യസി സാക്ഷാത് ആത്മനി പ്രത്യഗാത്മനി മത് സംസ്ഥാനി ഇതി. അതഃ അപി മയി വാസുദേവേ പരമേശ്വരേ ച ഇമാനി ഇതി ക്ഷേത്രജ്ഞ ഈശ്വര ഐകത്വം സർവോപനിഷത് പ്രസിദ്ധം ദ്രക്ഷ്യസി ഇത്യർത്ഥഃ. ക്ഷേത്രജ്ഞനും ജീവനും ഈശ്വരനും ഒന്നാണെന്നുള്ള ഐക്യ അനുഭവം ഗുരുപദേശം കൊണ്ടുണ്ടായാൽ വീണ്ടും മോഹത്തിലേക്ക് വീണുപോവില്ല. മോഹം എന്താണ്? താനല്ലാത്തതിനെ താനെന്ന് കരുതുന്നതാണ് മോഹം. അസത്തിനെ വാസ്തവമെന്ന് കരുതുന്നതാണ് മോഹം. ശരീരാദികൾ താനല്ലെന്നും താൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ വസ്തുവാണെന്നുമുള്ള അനുഭവം പകൽ വെളിച്ചം പോലെ തെളിഞ്ഞ് ഉള്ളിൽ അനുഭവപ്പെടുകയും വീണ്ടും ഒരിക്കലും ഉപാധി സംബന്ധത്തിൽ അജ്ഞാനത്തിൽ വീണുപോവാതിരിക്കുകയും. അതാണ് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. മോഹം അകന്നു കഴിയുമ്പോ പൂർണമായി
ആത്മനി ദ്രക്ഷ്യസി, പ്രപഞ്ചത്തിനെ മുഴുവൻ ആത്മാവിലിരിക്കുന്നതായിട്ട് കാണും. താൻ പ്രപഞ്ചത്തിലിരിക്കുന്നതായി ധരിച്ചിരിക്കുന്ന ആള് പ്രപഞ്ചം തന്നിലിരിക്കുന്നതായി കാണും. താൻ എന്ന അനുഭവത്തിൽ മനസ്സുയർന്നു പൊന്തുമ്പോഴാണ് ശരീരം ഉണ്ടാവുന്നത്. ശരീരത്തിലൂടെ നോക്കുമ്പോഴാണ് പ്രപഞ്ചം കാണപ്പെടുന്നത്. പ്രപഞ്ചം ശരീരത്തിലും, ശരീരം മനസ്സിലും, മനസ്സ് ബോധത്തിലും നിഷ്ഠമാണ് എന്ന് തിരിച്ചു കാണും. അങ്ങനെ കാണുമ്പോ ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്ക് സാക്ഷിയായ ആത്മാവാണ് താനെന്നറിയുമ്പോ മോഹം പൂർണ്ണമായും വിട്ടുപോകും. ഈ ജ്ഞാനം കൊണ്ട് നീ എത്ര വലിയ പാപിയാണെങ്കിലും കരകയറും. പാപമൊക്കെ നേരത്തെ പറഞ്ഞ ചിതാഭാസനോട് സംബന്ധപ്പെട്ടതാണ്. ബക്കറ്റിലുള്ള വെള്ളത്തിൽ പ്രതിബിംബിച്ച സൂര്യനാണ്. ഗംഗാജലമാണെങ്കിൽ സൂര്യൻ പവിത്രമാണെന്ന് പറയും ബക്കറ്റിൽ. ഡ്രെയിനേജ് വാട്ടറാണ് ബക്കറ്റിലെങ്കിൽ സൂര്യൻ മഹാപാപിയാണെന്ന് പറയും. വാസ്തവത്തിൽ സൂര്യൻ ഡ്രെയിനേജ് വാട്ടറിലും വീണിട്ടില്ല, ഗംഗാജലത്തിലും വീണിട്ടില്ല. സംബന്ധമേ ഇല്ല. സൂര്യൻ ആകാശത്തിൽ പ്രകാശിക്കണം. അതുപോലെ ഈ ജ്ഞാനം ഉപാധിയിൽ നിന്നും വിമുക്തമായ ധർമാധർമ്മ സംബന്ധ വിമുക്തമായ സദാ പ്രകാശിക്കുന്നതായ സത്യത്തിനെ കാണിച്ചു തരുന്നത് കൊണ്ട് എത്ര വലിയ പാപിയും ജ്ഞാനം കൊണ്ട് വിമുക്തനാകും. അതാണ് നോക്കാം. അപിചേദസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി. വൃജിനം എന്ന് വെച്ചാൽ പാപം, കളങ്കം. ധർമ്മോപി ഇഹ മുമുക്ഷോഹോ പാപം ഉച്യത്തെ. ഇവിടെ ധർമ്മം പോലും പാപമായിട്ട് തീരും എന്നാണ്. എന്താന്ന് വെച്ചാൽ ധർമ്മത്തിനും അധർമ്മത്തിനെയും കടന്നതാണ്. ധർമ്മം പുണ്യമാണ്. പുണ്യവും ബന്ധിക്കും, പാപവും ബന്ധിക്കും. ഒന്ന് സ്വർണ്ണച്ചങ്ങലയാണ്, ഒന്ന് ഇരുമ്പ് ചങ്ങലയാണ്. രണ്ടും കെട്ടിയിടും. ഇരുമ്പ് ചങ്ങല വേണമെങ്കിൽ നമ്മൾ അഴിച്ചു കളയും, സ്വർണ്ണച്ചങ്ങല അഴിച്ചു കളയില്ല. ഗോപസ്ത്രീകൾ എങ്ങനെ വിമുക്തരായി എന്ന് വെച്ചാൽ യാ സ്വജനം ആര്യപഥം ചഹിത്വാ ഭേജേ മുകുന്ദ പദവീം ശ്രുതിഭിർവിമൃഗ്യാം. ശ്രുതി മാർഗണം ചെയ്യുന്ന ആ പദവിയെ സ്വജനങ്ങളെ മാത്രം ഉപേക്ഷിച്ചതല്ല. സന്യാസത്തിൽ നമ്മൾ സ്വജനങ്ങളെ ഉപേക്ഷിക്കും, പക്ഷെ ആര്യപഥം ചഹിത്വ എന്നാണ്. എന്നുവെച്ചാൽ ധർമ്മത്തിനെ പോലും വിട്ടു. പുറമേക്ക് നോക്കുമ്പോ അവരെ അധാർമികളാണെന്നും വ്യഭിചാര ദുഷ്ടാഹ എന്നൊക്കെ സമൂഹം പഴിക്കുന്ന രീതിയിലായി തീർന്നു. അഹങ്കാരത്തിന് അത്ര കണ്ട് നാശം വന്നു എന്നർത്ഥം. ഭേജേ മുകുന്ദ പദവിയും ശ്രുതിഭിർവിമൃഗ്യാം. അതുകൊണ്ട് പാപത്തിനെ തരണം ചെയ്യാൻ ജ്ഞാനമാകുന്ന ഈ പ്ലവം, കർമ്മമാവുന്ന പ്ലവം പോരാ, അത് ഓട്ടത്തോണിയാണെന്നാണ് പറയുന്നത്. പ്ലവാഹ്യേതേ അദൃഢാഹ യജ്ഞരൂപാഹ അഷ്ടാദശോക്തമവരം യേഷു കർമ്മ ഏതത് ശ്രേയോ യേ അഭിമന്യന്തി മൂഢാഹ ജരാമൃത്യും തേ പുനരേവാഭിയന്തി. ഈ യജ്ഞം, യാഗം, കർമ്മകാണ്ഡത്തിലുള്ള 18 വിധത്തിലുള്ള ഉപകരണങ്ങളോടുകൂടെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ ഓട്ട വീണ, ദ്വാരം വീണ തോണിയും കൊണ്ട് സമുദ്രം കടക്കാൻ പോണ പോലെയാണ്. വെള്ളം ഉള്ളിൽ കയറിക്കൊണ്ടേയിരിക്കും. അതുപോരാ, ജ്ഞാനമാകുന്ന പ്ലവം കൊണ്ട് ഈ വചനാർണവത്തിനെ, പാപസമുദ്രത്തിനെ ഒരു ക്ഷണം കൊണ്ട്, എത്ര കാലമുള്ള ഇരുട്ടാണെങ്കിലും വിളക്കിട്ട അപ്പൊ പോകും. എത്ര 1000 വർഷമായുള്ള ഇരുട്ടാണെങ്കിലും വിളക്കിട്ടാൽ ആ ക്ഷണം പോകുന്ന പോലെ എത്ര ജന്മങ്ങളായിട്ടുള്ള പാപവും കളങ്കവും അശുദ്ധിയുമാണെങ്കിലും താൻ ഈ ശരീരാദികളല്ലെന്നും താൻ ബോധമാണെന്നുള്ള അനുഭവം ഉണ്ടാവുന്ന ക്ഷണത്തിൽ ആ പാപം വിട്ടുപോകും. അതെങ്ങനെ പാപത്തിനെ ജ്ഞാനം നശിപ്പിക്കുന്നു? അതാണ് അടുത്ത ശ്ലോകം. യഥൈധാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. നല്ലവണ്ണം ജ്വലിക്കുന്ന അഗ്നി വിറക് വെച്ചു കഴിഞ്ഞാൽ ഇന്ധനങ്ങളെയൊക്കെ ആ ക്ഷണം എങ്ങനെ കത്തിച്ച് ഭസ്മമാക്കുന്നുവോ അതുപോലെ ജ്ഞാനമാവുന്ന അഗ്നി ഉള്ളിൽ ഉദിച്ചു കഴിഞ്ഞാൽ സർവകർമാണി, കർമ്മ കർമ്മണി കർമാണി എന്നാണ് അതിന്റെ രൂപം. കർമ്മം
എന്ന് വെച്ചാൽ ഒരു കർമ്മം, കർമ്മണി എന്ന് വെച്ചാൽ രണ്ട്, കർമാണി എന്ന് വെച്ചാൽ മൂന്നോ അതിലധികമോ. അപ്പോ പ്രാരബ്ധം, ആഗാമി, സഞ്ചിതം എന്ന മൂന്നു കർമ്മങ്ങളും ജ്ഞാനിയെ വിട്ടുപോകുന്നു. സാധാരണ പറയണത് ആഗാമിയും സഞ്ചിതവും പോകും, പ്രാരബ്ധം പോവില്ല എന്നാണ്. പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീർക്കണം. ഇനി വരില്ല കർമ്മം, ഇനി വരാൻ സാധ്യതയുള്ള വാസനകൾ നശിക്കും, ഇനി അനുഭവിക്കാനുള്ള കർമ്മഫലങ്ങളും ഉള്ളിൽ നിന്നും ഇല്ലാതാവും. പക്ഷെ ഇപ്പോ ഉള്ള ശരീരം വന്നു കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയണത്, ഭാവനാഴിയിലുള്ള അമ്പ്, വില്ലിൽ വെച്ച് വലിച്ച അമ്പ്, ഇത് രണ്ടും ഉപേക്ഷിക്കാം. പക്ഷെ ഒരു അമ്പ് വിട്ടുകഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെയാണ് പ്രാരബ്ധം. പൂർവജന്മത്തിൽ ചെയ്ത് കഴിഞ്ഞ് ഫലവത്തായി ശരീരരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ ശരീരം പ്രാരബ്ധമാണ്, മനസ്സ് അതായത് സൂക്ഷ്മ ശരീരം സഞ്ചിതമാണ്, കാരണശരീരം ആഗാമിയാണ്. ഈ മൂന്നും പോകുമെന്നാണ് ഇവിടെ പറയണത്. അപ്പൊ ശരീരം ഉള്ളത്തോളം കാലം ശരീരത്തിനെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? ശരീരത്തിന് ഇല്ലാതാക്കാൻ പറ്റും എങ്ങനെയെന്ന് വെച്ചാൽ, ശരീരത്തിനോട് ഒരിക്കലും താദാത്മ്യമില്ലാത്ത വിധത്തിൽ ആത്മാനുഭവം നേടിയ ജ്ഞാനിക്ക് ശരീരം മറ്റുള്ളവരുടെ ദർശനത്തിലുണ്ടെങ്കിലും തന്നിലില്ല. വിട്ടുപോയ അമ്പ് പോയി തറയ്ക്കേണ്ട ആ ലക്ഷ്യത്തിനെ അവിടുന്ന് എടുത്തു മാറ്റിയാൽ ആ അമ്പ് എവിടെ വീഴും? അമ്പിന് കൊള്ളാനൊരു ലക്ഷ്യം വേണമല്ലോ. ആ ലക്ഷ്യം അവിടുന്ന് പോയാൽ, അമ്പ് പോയാലും വിട്ടുപോയാലും ലക്ഷ്യത്തിൽ കൊള്ളില്ല. ലക്ഷ്യമില്ല അവിടെ, അത് എടുത്തു മാറ്റി അവിടുന്ന്. അപ്പൊ എവിടെ പോയി കൊള്ളും എന്നാണ്. അപ്പൊ ലക്ഷ്യം എന്താണ്? അഹങ്കാരമാണ്. അഹങ്കാരം ഉണ്ടെങ്കിലേ ഈ അനുഭവങ്ങളാവുള്ളൂ. അഹങ്കാരമില്ലാത്ത ജ്ഞാനിക്ക് അപ്പൊ ആ ജീവൻ മുക്തി അല്ലെങ്കിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ജീവിച്ചിരിക്കുമ്പോ വിമുക്തി ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ശരീരമുള്ളപ്പോ അയാൾ അനുഭവിച്ചേ തീരുമെങ്കിൽ പിന്നെ എവിടെ മുക്തി? അപ്പോ ശരീരാദികൾ ഉള്ളപ്പോഴും, ശരീരത്തിന് വിഷമങ്ങൾ സുഖദുഃഖങ്ങളൊക്കെ ഉള്ളപ്പോഴും, ഊഷരദേശത്ത് കാണുന്ന, മരുഭൂമിയിൽ കാണുന്ന മരുമരീചിക പോലെ ദേഹാദികൾ സംബന്ധമില്ലാതെ അത് ഇല്ലാത്തതാണെന്ന് അറിയുന്ന ആളാണ് ജ്ഞാനി. ആ ജ്ഞാനിക്ക് സർവകർമ്മങ്ങളും ഭസ്മമായിട്ട് തീരുന്നു. സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ ഇന്ധനവത് ഭസ്മീകർത്തും ശക്നോതി നിർബീജീകരോതി ഇത്യർത്ഥഃ. തസ്മാത് സമ്യക് ദർശനം സർവകർമ്മണാം നിർബീജത്വകാരണം ഇതി അഭിപ്രായഃ. തസ്യ താവദേവ ചിരം യാവന്ന വിമോക്ഷസേ അത സമ്പത്സ്യേ. ഇത്രയും പറഞ്ഞ് ജ്ഞാനസ്തുതിയാണ് അടുത്ത ശ്ലോകം. നോക്കാം. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധഃ കാലേനാത്മനി വിന്ദതി. നഹി ജ്ഞാനേന സദൃശം തുല്യം പവിത്രം പാവനം ശുദ്ധികരം ഇഹ വിദ്യത്തെ. ജ്ഞാനത്തിന് തുല്യമായി നമ്മളെ പവിത്രമാക്കുന്ന മറ്റൊന്നും തന്നെയില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് ശുദ്ധമായിട്ട് വരൂ എന്ന് ജ്ഞാനം പറയില്ല. ആ ക്ഷണത്തിൽ തന്നെ ശുദ്ധം ചെയ്യും. പ്രായശ്ചിത്താനി രാജേന്ദ്ര, ഭാഗവതത്തിൽ അജാമിളോപാഖ്യാനത്തിൽ പറയുന്നു, പ്രായശ്ചിത്തം പൂർണ്ണമായി പവിത്രമാക്കില്ല. ബാഹ്യപവിത്രതയേ ഉള്ളൂ പ്രായശ്ചിത്തം കൊണ്ട്. ഉള്ളിൽ പിന്നെയും പാപം ചെയ്യാനുള്ള വാസന കിടക്കും. ആ വാസനയെപ്പോലും ഇല്ലാതാക്കുന്നതാണ് ജ്ഞാനം. അതുകൊണ്ട് ജ്ഞാനത്തിന് തുല്യമായി പവിത്രമായി മറ്റൊന്നും തന്നെയില്ല. ആ ജ്ഞാനമാവട്ടെ കർമ്മയോഗം കൊണ്ടും സമാധിയോഗം കൊണ്ടും, രണ്ടും കൊണ്ടും, കർമ്മയോഗേന സമാധിയോഗേന ച സംസിദ്ധഃ സംസ്കൃതഃ യോഗ്യതാമാപന്നഃ സൻ മുമുക്ഷുഃ കാലേന മഹതാ ആത്മനി വിന്ദതേ ലഭതേ ഇത്യർത്ഥഃ. കർമ്മയോഗം കൊണ്ട് നിഷ്കാമ്യ കർമാനുഷ്ഠാനമാണ് ചിത്തശുദ്ധിക്കുള്ള വഴി. ആ കർമ്മയോഗം കൊണ്ടും ആത്മവിചാര സാധന കൊണ്ടും പുറമേക്ക് പോകുന്ന മനസ്സിനെ വീണ്ടും വീണ്ടും സ്വരൂപത്തിലേക്ക് കൊണ്ടുവരിക. ആദ്യമൊക്കെ നേതി ദേഹം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല എന്ന് നിഷേധിക്കുന്നു. പിന്നെ ക്രമേണ ഞാൻ എന്ന അനുഭവം, അഹമസ്മി ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. ആ അനുഭവത്തിനെ പൂർണ്ണവസ്തുവാണെന്ന് അറിഞ്ഞ് ധ്യാനിച്ചുറപ്പിക്കുന്നു. അങ്ങനെ സമാധിയോഗവും കർമ്മയോഗവും കൂട്ടിച്ചേർത്ത് ഒരാൾ സംസ്കൃതനാകുമ്പോ
ജ്ഞാനം ഹൃദയത്തില് തെളിഞ്ഞു പ്രകാശിക്കും. അങ്ങനെ തെളിഞ്ഞു പ്രകാശിക്കുന്ന ജ്ഞാനം കൊണ്ട് ഒരു ജീവൻ സമ്പൂർണമായും പവിത്രമായിട്ട് തീരും എന്ന് പറഞ്ഞ് ആ ജ്ഞാനത്തിന് ഇനി മുഖ്യമായ കാരണം എന്താണ്? ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് വേഗം പറഞ്ഞു പോകും. ജ്ഞാനത്തിന് മുഖ്യമായ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ജ്ഞാനം ഉണ്ടാവുന്നത്? ഏകാഗ്രതയാണോ, കർമാനുഷ്ഠാനമാണോ, സാധനയാണോ? അടുത്ത ശ്ലോകം നോക്കാം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. സാധനാവാൻ, യോഗവാൻ, കർമ്മവാൻ ഒന്നും പറഞ്ഞില്ല. ശ്രദ്ധയെ ഉണർത്താനാണ് കർമാനുഷ്ഠാനം, ശ്രദ്ധയെ ഉണർത്താനാണ് തപസ്. തപസാ ശ്രദ്ധ, ശ്രദ്ധയാ മേധാ, മേധയാ മനീഷ, മനീഷയാ മനോ, മനസാ ശാന്തി, ശാന്ത്യാ ചിത്തം, ചിത്തേന സ്മൃതിഗം, സ്മൃത്യാ സ്മാരഗ്, സ്മാരേണ വിജ്ഞാനം, വിജ്ഞാനേന ആത്മാനം വേദയതി. തപസ്സുകൊണ്ട് ശ്രദ്ധ ഉണരും. തപസ് ചെയ്യാനാണ് കർമ്മയോഗം, തപസ്സാണ്. അപ്പോ തപസ്സുകൊണ്ട് ശ്രദ്ധ ഉണർന്നാൽ ശ്രദ്ധയാകുന്ന കണ്ണുകൊണ്ട് ആത്മാവിനെ കാണും. ശ്രദ്ധ മനസ്സിന്റെ അല്ല, ആത്മാവിന്റെ തന്നെ ശക്തിയാണ്. ഒരു മുറിയിൽ ഒരു വിളക്ക് കൊളുത്തിവെച്ച് വാതിലിലുള്ള ദ്വാരത്തിലൂടെ ആ വിളക്കിന്റെ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ദൂരത്ത് നിന്നും ആ വിളക്കിന്റെ വെളിച്ചത്തിനെ അനുഗമിച്ച് തന്നെ നമ്മൾ ആ വിളക്കിന്റെ അടുത്തേക്ക് എത്തുന്ന പോലെ ആത്മാവിന്റെ തന്നെ ഒരു വെളിച്ചമാണ് ശ്രദ്ധ. സ്വരൂപത്തിൽ നിന്ന് തന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാൻ എന്ന അനുഭവ രൂപത്തിൽ ഓരോ ചിത്തവൃത്തികൾക്കും നടുവിൽ, ഒരു ചിത്തവൃത്തി വന്ന് മറ്റൊരു ചിത്തവൃത്തിക്ക് നടുവിലുള്ള ഇടവേളയില് അനുഭവപ്പെടുന്ന ചിത്തിന്റെ സ്ഫൂർത്തിയാണ് ശ്രദ്ധ. ആ ചിത്സ്ഫൂർത്തിയാകുന്ന ശ്രദ്ധയെ ആർക്ക് തെളിഞ്ഞിട്ടുണ്ടോ ആ ശ്രദ്ധയാവുന്ന കണ്ണുകൊണ്ട് തന്നെ ആത്മാവിനെ, ബോധത്തിനെ ദർശിക്കും. അങ്ങനെ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ കൊണ്ട് ഒന്ന് ദർശിച്ചാ പോരാ, തത്പരഃ, അത് തന്നെ ലക്ഷ്യമായി ചിത്തവൃത്തികൾക്കൊന്നും പ്രാമുഖ്യം കൊടുക്കാതെ, ശരീരത്തിനൊന്നും പ്രാമുഖ്യം കൊടുക്കാതെ, ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കിക്കൊണ്ട്, ഇന്ദ്രിയങ്ങളിലൂടെ ഒന്നും ഊർജത്തിനെ വ്യയം ചെയ്യാതെ അന്തർമുഖമായി ഈ ശ്രദ്ധയ്ക്ക് പരമപ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ളിൽ ഈ ജ്ഞാനഹോമം നടത്തുന്നവൻ തത്പര സംയതേന്ദ്രിയ. അങ്ങനെ ജ്ഞാനം ലബ്ധ്വാം, അങ്ങനെ ജ്ഞാനം തെളിയുമ്പോ പരാം ശാന്തിം അചിരേണ അധിഗച്ഛതി. പരാം ശാന്തിം, വളരെ ജ്ഞാനം ഉണ്ടാവുന്ന സമയത്ത് ആ ക്ഷണത്തിൽ തന്നെ ശാന്തിം അധിഗച്ഛതി. ഭക്തിയുടെ ഒക്കെ പരമകഷ്ട ശാന്തിയാണ്. നവയോഗികൾ പറഞ്ഞു തതഃ പരാം ശാന്തിമുപൈതി സാക്ഷാത്. ആ പരമമായ ശാന്തി, ശാന്തിയിൽ വികാരമില്ല, വികാരത്തിന്റെ അനുഭവമല്ല ശാന്തി, ബാക്കി എല്ലാ അനുഭവവും വികാരമാണ്. ശാന്തി എന്ന് പറയുന്നത് മാനസികമായ ഒരു അനുഭവമേ അല്ല. ശാന്തി തന്നെ മോക്ഷം, ശാന്തി തന്നെ ജ്ഞാനം, ശാന്തി തന്നെ ബ്രഹ്മാനുഭവം. ആ ശാന്തിയിൽ മനസ്സേ ഇല്ല, ആ ശാന്തി ഉള്ളിൽ അനുഭവിക്കും. ആ ശാന്തിക്ക് തന്നെ സമാധി എന്ന് പേര്. ആ ശാന്തി ഹൃദയത്തിൽ അനുഭവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രദ്ധയില്ലെങ്കിൽ എത്ര തന്നെ തപസ് ചെയ്താലും എന്തൊക്കെ അനുഷ്ഠാനം ചെയ്താലും ഈ ലോകത്തിലോ പരലോകത്തിലോ അവന് സുഖമുണ്ടാവില്ല. അജ്ഞശ്ചാശ്രദ്ധദാനശ്ച സംശയാത്മാ വിനശ്യതി. നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ. അജ്ഞശ്ച അനാത്മജ്ഞശ്ച അശ്രദ്ധദാനശ്ച ഗുരുവാക്യശാസ്ത്രേഷു അവിശ്വാസവാൻ അശ്രദ്ധദാനഃ തസ്യ. ഗുരുവിന്റെ വാക്കിലും ശാസ്ത്രവചനത്തിലും സംശയമുണ്ടാവുന്ന ആളാണ് അജ്ഞനും അശ്രദ്ധയുള്ളവനും. അങ്ങനെയുള്ള ആള് സംശയം, തൊട്ടതിനൊക്കെ സംശയം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമോ, ഇങ്ങനെ ഉണ്ടാവുമോ, എല്ലാത്തിനും സംശയമാണ്. അങ്ങനെയുള്ള ആള് വിനശ്യതി. വിനശ്യതി എന്ന് വെച്ചാൽ അയാൾക്ക് ഒരിക്കലും ഒരിടത്ത് ദൃഢമായ അനുഭവത്തിൽ സ്ഥിതപ്രജ്ഞനായിട്ട് നിൽക്കാൻ പറ്റില്ല. അയം ലോകോസ്തി,
ന പരഹ ന സുഖം സംശയാത്മനഃ. സംശയിച്ചോണ്ടേ ഇരിക്കുന്ന ആൾക്ക് ഈ ലോകവുമില്ല, സംശയം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഓൺലി എ തോട്ട് വേവ് അല്ലേ? സംശയം തീരുകയേ ഇല്ല. സംശയം ഉണ്ടാക്കുക തീർക്കുക, സംശയം ഉണ്ടാക്കുക തീർക്കുക. അതുകൊണ്ടാണ് രമണ മഹർഷി സംശയിക്കുന്ന ആളെ സംശയിക്കുക. ഡൗട്ട് ദ ഡൗട്ടർ. ഹു ഈസ് ഹാവിംഗ് ദ ഡൗട്ട്? എനിക്കാണ് ഡൗട്ട്. ഡൗട്ട് ചെയ്യുന്ന ആളാരാ? ഹു ഈസ് ദ ഡൗട്ടർ? സംശയിക്കുന്നവനാരാ? ഞാനാരാ? ഞാൻ എന്താ? എവിടുന്ന് പൊന്തി? ഉറക്കത്തിൽ സംശയം വരുവോ? ഇല്ല. മനസ്സ് പൊന്തുമ്പോഴല്ലേ സംശയം വരുന്നത്. സംശയം തീർത്തു കഴിഞ്ഞാൽ എന്തോ ഉണ്ടായി. ഇപ്പൊ നിനക്ക് മായ എന്ന് പറഞ്ഞാൽ എന്താണ് അറിഞ്ഞിട്ട് എന്ത് വേണം? ഒരു ചിത്തവൃത്തിക്ക് പകരം മറ്റൊരു ചിത്തവൃത്തിയെ കൊണ്ടുവച്ചു, അത്രയേ ഉള്ളൂ. ചിത്തവൃത്തിക്ക് നിരോധം അല്ലാതെ സത്യം എവിടെ തെളിയാൻ പോകുന്നു? അതുകൊണ്ട് സംശയമുണ്ടാക്കുന്നത് കൊണ്ടോ സംശയം ദൂരീകരിക്കുന്നതോ ഒരു അവസാനമേ ഇല്ല. സംശയത്തിനെ പാടെ ഉന്മൂലനം ചെയ്യണം. സംശയിക്കുന്ന ആളെ തന്നെ ഇല്ലാതാക്കി തീർക്കണം. അതാണ്. സംശയത്തിനെ ഇല്ലാതാക്കി തീർത്തിട്ടില്ലെങ്കിൽ ഇയാൾക്ക് അധ്യാത്മ പതനം ഉണ്ടാവും. ദൃശ്യത്തിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതിയാണല്ലോ സംശയം ചോദിക്കുന്നത്. സംശയിക്കുന്ന ജീവൻ ഞാനുണ്ട് എന്ന് കരുതിയാണല്ലോ. അതൊക്കെ അവസാനിക്കണം. ഉപാസനയുടെ അവസാനത്തിൽ ന ദൃശ്യേഷു സജ്ജേത യഥ ആത്മപാത എന്ന് ശുഖബ്രഹ്മ മഹർഷി പറയുന്നു. ദൃശ്യത്തിൽ ഒട്ടിപ്പിടിച്ചാൽ നീ പതിച്ചു പോകും പരീക്ഷിത്തെ. അതുകൊണ്ട് ദൃക്കിൽ പിടിച്ചുകൊള്ളുക. സാക്ഷിയെ വിട്ടുകളഞ്ഞാൽ സംശയം ഉദിക്കും, വിപര്യം ഉദിക്കും, അജ്ഞാനം ഉദിക്കും. അതാണ് കൈവല്യ നവനീതത്തിൽ ശിഷ്യൻ ഞാൻ അങ്ങേക്ക് എന്ത് കൈമാറു ചെയ്യും എന്ന് ചോദിക്കുമ്പോ ഗുരു പറയണത്, ശിഷ്ടൻ ഇവ്വാറു കൂറ് ദേശികൻ മകിഴ്ന്നു നോക്കി കിട്ടവായനവേ അഴയ്ത്ത്. അടുത്തു വരൂ എന്ന് വിളിച്ചു അത്ര ശിഷ്യനെ. സന്തോഷത്തോടെ അടുത്ത് വിളിച്ച്, ദുഷ്ടമാം തടൈകൾ മൂന്നും തുടരാതവണ്ണം സ്വരൂപജ്ഞാന നിഷ്ഠനായിരുപ്പായാകിൽ നീ ചെയ്യും ഉദവിയാമേ. നീ എനിക്ക് ചെയ്യുന്ന ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നീ തരുന്ന ദക്ഷിണ എന്താന്ന് വെച്ചാൽ, ദുഷ്ടമാം തടൈകൾ മൂന്നും തുടരാതവണ്ണം. ഇപ്പൊ നിനക്കൊരു ജ്ഞാനാനുഭവം ഉണ്ടായല്ലോ. ഈ അനുഭവത്തിനെ അജ്ഞാനം, സംശയം, വിപരീതജ്ഞാനം എന്നുള്ള 3 തടസ്സങ്ങൾ കൊണ്ട് മറന്നുകളയാതെ, തനിക്ക് അറിയായ്മയാണ് അജ്ഞാനം, ഇത് ഉണ്ടോ ഇല്ലയോ, വാസ്തവമായ അനുഭവമാണോ എന്നുള്ള സംശയം, അല്ലെങ്കിൽ വിപരീതജ്ഞാനം, ഈ 3 കൊണ്ടും ഉണ്ടായ അനുഭവം നഷ്ടപ്പെട്ടു പോകും, അദൃഢജ്ഞാനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ദൃഢജ്ഞാനം ഉണ്ടാവുന്നവരെ ഇത് 3നും വഴങ്ങിക്കൊടുക്കാതെ സ്വരൂപജ്ഞാനനിഷ്ഠനായിരുപ്പായാകിൽ, സ്വരൂപജ്ഞാന നിഷ്ഠയിൽ നീ ഇരിക്കുമെങ്കിൽ നീ ചെയ്യും ഉദവിയാമേ, നീ എനിക്ക് ചെയ്യുന്ന വലിയ ഉപകാരമായി തീർന്നു എന്നാണ് ഗുരു പറയുന്നത്. അപ്പോ അങ്ങനെ സംശയമില്ലാതെ സ്വരൂപനിഷ്ഠ ഉണ്ടാവാൻ ഭഗവാനും അത് തന്നെ ആണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. നോക്കാം. യോഗസന്യസ്ത കർമാണം ജ്ഞാനസംഛിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയാ തസ്മാദജ്ഞാനസംഭൂതം ഹൃത്സ്ഥം ജ്ഞാനാസിനാത്മനഃ ചിത്വൈനം സംശയം യോഗം ആതിഷ്ഠോത്തിഷ്ഠ ഭാരത. യോഗസന്യസ്ത കർമാണം, യോഗസന്യസ്ത കർമാണം പരമാർത്ഥദർശന ലക്ഷണേന യോഗേന സന്യസ്താനി കർമാണി ഏന പരമാർത്ഥദർശിന ധർമാധർമാക്യാനി തം യോഗസന്യസ്ത കർമാണം. ധർമ്മം അധർമ്മം മുതലായ സകല കർമ്മങ്ങളും പരമാർത്ഥ ദർശനം കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടവനാണ് യോഗസന്യസ്ത കർമാവ്. അങ്ങനെയുള്ള ആള് ജ്ഞാനസംഛിന്ന സംശയം, ജ്ഞാനം കൊണ്ട് സംശയമൊക്കെ ദൂരീകരിക്കപ്പെട്ടു. ജ്ഞാനം എന്ത് ചെയ്തു? സംശയിക്കണ ആളെ വാസ്തവമല്ല എന്ന് ബോധിപ്പിച്ചു, ചിദാഭാസൻ തന്നെ വാസ്തവമല്ല എന്ന് ബോധിപ്പിച്ചു. അങ്ങനെ അഖണ്ഡാകാര തത്വത്തിൽ നിഷ്ഠനാവുമ്പോ സംശയങ്ങളൊക്കെ അസ്തമിച്ചു. ആത്മവന്തം, ആത്മാവിനെ കിട്ടിയിട്ടുള്ളവനാണ് ആത്മവാൻ. ആത്മലാഭമുണ്ടായ ജ്ഞാനിക്ക് ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. ആത്മാവാണ് താനെന്ന് അറിഞ്ഞ ആൾക്ക്, അപ്രമത്തനായിട്ടുള്ള ആൾക്ക് ഒരു കർമ്മവും, അതായത് സത്വ രജസ്തമോ ഗുണങ്ങൾക്ക് അനുസൃതമായി ഉപാധി പിന്നെയും ലോകത്തിൽ ചേഷ്ടിച്ചാലും ഗുണചേഷ്ടാരൂപേണ കർമ്മണ നബധ്യതേ. ഗുണചേഷ്ടാരൂപത്തിലുള്ള കർമ്മങ്ങൾ കൊണ്ട് അയാൾ ബന്ധിക്കപ്പെടുന്നില്ല. അനിഷ്ടമോ ഇഷ്ടമോ മിശ്രമോ ആയിട്ടുള്ള കർമ്മങ്ങളൊന്നും അയാളെ ബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ്
യസ്മാത് കർമ്മയോഗാനുഷ്ഠാനാത് അശുദ്ധിക്ഷയ ഹേതുക ജ്ഞാനസംഛിന്ന സംശയ ന നിബധ്യതേ കർമ്മഭിഹി ജ്ഞാനാഗ്നിദഗ്ധകർമ്മത്വാദേവ യസ്മാച്ച ജ്ഞാനകർമാനുഷ്ഠാന വിഷയെ സംശയവാൻ വിനശ്യതി തസ്മാത്. അതുകൊണ്ട്, യാതൊന്നുകൊണ്ട് സംശയമുണ്ടായാൽ ദുരിതമുണ്ടാവും, ബന്ധമുണ്ടാവും എന്നുള്ളത് കൊണ്ട്, തസ്മാത് അതുകൊണ്ട്, തസ്മാത് അജ്ഞാനസംഭൂതം അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ളതും, ഹൃത്സ്ഥം ഹൃദയത്തിൽ ഉള്ളതും ആയ ഈ സംശയത്തിനെ, അഹങ്കാരത്തിനെ, അജ്ഞാനത്തിനെ ജ്ഞാനമാവുന്ന വാളുകൊണ്ട് വെട്ടി, ജ്ഞാനാസിന ആത്മനഃ ചിത്വൈനം സംശയം, ഈ സംശയത്തിനെ വേരോട് പിഴുത്തെടുത്ത് കളയാം, ഉന്മൂലനം ചെയ്യുക. യോഗമാതിഷ്ഠ ഉത്തിഷ്ഠ ഭാരത, യോഗം ആതിഷ്ഠ, യോഗത്തിനെ അനുഷ്ഠിക്കൂ, യോഗസ്ഥനായിട്ടിരിക്കൂ, യോഗസ്ഥിതിയിലിരിക്കൂ. യോഗസ്ഥിതി എന്താണ്? ജീവാഹന്ത ഉദിക്കാതെ ഇരിക്കലാണ് യോഗസ്ഥിതി. ജീവാഹന്ത വാസ്തവമല്ലെന്ന് ജ്ഞാനം കൊണ്ട് ബാധിക്കപ്പെടലാണ് യോഗസ്ഥിതി. നാൻ ഉദിയാതുള്ള നിലൈ നാം അതുവായുള്ള നിലൈ സത്യാസ്ഥിതി ന അഹം ഉദേതിയത്ര. അഹങ്കാരം ഉദിക്കാത്ത സ്ഥിതിക്കാണ് യോഗസ്ഥിതി എന്ന് പറയുന്നത്. ആ യോഗസ്ഥിതിയെ സ്വീകരിച്ച് ഉത്തിഷ്ഠ ഭാരത, സ്വധർമ്മത്തിനെ ബാധിക്കപ്പെടാതെ ചെയ്യൂ, സ്വകർമ്മത്തിനെ ജ്ഞാനത്തിന് യാതൊരു കേടും കൂടാതെ കർമ്മത്തിൽ പ്രവർത്തിക്കൂ അർജുന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഈ ജ്ഞാനകർമ്മ സന്യാസത്തിനെ പൂർത്തി ചെയ്യുന്നത്. സാഖ്യയോഗം, കർമ്മയോഗം, കർമ്മസന്യാസയോഗം. കർമ്മത്തിനെ സന്യസിപ്പിക്കാൻ ജ്ഞാനമാവുന്ന അഗ്നി അതിനോട് കൂടിച്ചേരുകയാണ്. അങ്ങനെ ജ്ഞാനകർമ്മ സന്യാസയോഗം എന്ന ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുകയാണ്. തുടർന്ന് അടുത്ത വർഷം ജ്ഞാനയോഗം എന്ന 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് അടുത്ത വർഷം കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം